welcome back to Sala Learning. It's me, Sri Bhama SB. അപ്പോൾ മക്കളെ എല്ലാവരും അടിപൊളിയായിട്ട് ഉഷാറായിട്ടിരിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ദാ നിങ്ങളുടെ എക്സാം ടൈം ആയല്ലേ, അടിപൊളിയായിട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങിച്ച് സെറ്റ് ആവാനുള്ള സമയമാണ്. അപ്പോൾ അധിക ദിവസമൊന്നും ഇല്ലാടാ, അതാ 10 ദിവസം പോലും തികച്ചില്ല അല്ലേ. ഇതാന്ന് പറയുമ്പോഴേക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യും, എക്സാം വരും. അപ്പോൾ അടിപൊളിയായിട്ട് എൻ്റെ മക്കൾ പഠിക്കണം. അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് മിസ് വന്നിട്ടുള്ളത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുകളും ആൻസറാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ നമ്മുടെ ഹ്യൂമൻ ബോഡി എ വണ്ടർ, മനുഷ്യ ശരീരം ഒരു വിസ്മയം, അതിലെ രക്തപര്യനം, വിസർജനം, നാഡീയ ഏകോപനം എന്ന് പറയുന്ന കാര്യങ്ങൾ അതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുന്ന ചാപ്റ്ററാണ് ഹ്യൂമൻ ബോഡി എ വണ്ടർ. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ടൈപ്പ് ഓഫ് കുറച്ച് ക്വസ്റ്റ്യൻസുകളും അതിൻ്റെ ഡിസ്ക്രിപ്ഷനും എന്ന് വെച്ചാൽ അതിനെപ്പറ്റി കൂടുതലായിട്ട് പഠിപ്പിക്കാനും വേണ്ടിയിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. സോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യാം, ഓരോന്നും നോക്കാം. റെഡി? അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വെച്ചിട്ടാണ് നമുക്ക് തുടങ്ങാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ചില മരുന്നുകളും ഗ്ലൂക്കോസും ഒക്കെ രക്തത്തിലേക്ക് കുത്തിവെക്കുന്നത് എന്തിനാണെന്ന് വിശദീകരിക്കാമോ? ക്യാൻ യു എക്സ്പ്ലെയിൻ വൈ സർട്ടൻ മെഡിസിൻ, ഗ്ലൂക്കോസ് എക്സെട്ര ആർ ഇൻജെക്റ്റഡ് ഇൻ ടു ദ ബ്ലഡ്? പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണതല്ലേ. നമ്മൾ വല്ല സ്കൂളിലൊക്കെ പോയി വല്ല കാര്യമായിട്ടുള്ള എന്തെങ്കിലും പരിപാടിക്ക് പോകാൻ വേണ്ടി നിൽക്കുന്ന സമയത്തായിരിക്കും നൈസായിട്ട് നമുക്ക് എന്ത് കിട്ടുക, പണി കിട്ടുക. നമുക്ക് ഒന്നുമില്ലെങ്കിൽ എന്ത് പിടിക്കും, ഒന്നുമില്ലെങ്കിൽ പനി പിടിക്കും, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അസുഖം പിടിക്കും അല്ലേ. അപ്പോൾ ഇതൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ട് ടയേർഡായി പോകും, ഭയങ്കര ക്ഷീണിച്ച് പോകും. അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഡോക്ടറിനെ ഹോസ്പിറ്റലിൽ പോയി കാണിക്കുന്ന സമയത്ത് അവർ പെട്ടെന്ന് മരുന്ന് തരുന്നതിനേക്കാൾ നിങ്ങളോട് ചോദിക്കുക ട്രിപ്പ് ഇടട്ടേ ചോദിക്കും അല്ലേ. അപ്പോൾ ട്രിപ്പ് ഇട്ട് കടന്നു കഴിഞ്ഞിട്ട് അതിലൂടെ ഗ്ലൂക്കോസും കാര്യങ്ങളൊക്കെ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര എനർജി വയ്ക്കും. മിസ് തന്നെ എത്ര വട്ടം കടന്നിരിക്കുന്നു? മിസ് ഒരുപാട് വട്ടം കടന്നിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് നമ്മുടെ ബോഡി ഡീഹൈഡ്രേറ്റ് ആയി പോവാണ്. അപ്പം നമ്മുടെ ബോഡിക്ക് വേണ്ട എനർജിയും കാര്യങ്ങളും നമുക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, അവർ ഗ്ലൂക്കോസ് കയറ്റും, അല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ ഡ്രിപ്പ് ഇടും, കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വേഗമാക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ പലപ്പോഴും നമ്മുടെ എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുണ്ട്. എന്താണ് മക്കളെ അതിൻ്റെ റീസൺ? നമുക്ക് നോക്കാം. അപ്പോൾ എന്തിനാണ് ചില മരുന്നുകളും ഗ്ലൂക്കോസും രക്തത്തിലേക്ക് കുത്തിവെക്കുന്നത് എന്നറിയാമോ? രക്തത്തിലേക്ക് കടത്തിവിടുന്ന ഗ്ലൂക്കോസ് ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തുമോ എന്നാണ്. മരുന്നൊക്കെ കഴിച്ചു വരുമ്പോഴേക്കും നമുക്ക് ഒരുപാട് ടൈം എടുക്കും അല്ലേ. അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് സം ഡ്രഗ്സ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഗ്ലൂക്കോസ് അതൊക്കെ ഇൻജെക്ട് ചെയ്തിട്ട് ഡയറക്ട്ലി ബോഡിയിലോട്ട് നമ്മൾ ഇൻജെക്ട് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് അതിൻ്റെ റീസൺ ചോദിച്ചാൽ എൻ്റെ മക്കൾ എഴുതി കൊടുക്കേണ്ട കാര്യം ഇതാണ്: മരുന്നുകളും ഗ്ലൂക്കോസും ഒക്കെ രക്തത്തിലേക്ക് പെട്ടെന്ന് സംവഹനം ചെയ്യുന്നതിനാലാണ് ഇവ രക്തത്തിലേക്ക് കുത്തിവെക്കുന്നത്. എന്താണെന്ന് പറയാൻ വേണ്ടി പറ്റും നമുക്ക്. ത്രൂ ദ ബ്ലഡ് ദ മെഡിസിൻ ആൻഡ് ദ ഗ്ലൂക്കോസ് ആർ ഈസിലി ട്രാൻസ്പോർട്ടഡ് ഇൻ ടു ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ ബോഡി, ഹെൻസ് വി ഗെറ്റ് എ സഡൻ എഫക്റ്റ്. നമ്മുടെ ബോഡിയിലോട്ട് ബ്ലഡിലോട്ട് എല്ലാം എത്തണം അല്ലേ, അപ്പോഴേ നമുക്കൊരു എനർജി ഉണ്ടാവുള്ളൂ, കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ ഇതേപോലെ ഗ്ലൂക്കോസും മരുന്നൊക്കെ രക്തത്തിലേക്ക് ഇൻജെക്ട് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പം പെട്ടെന്ന് എല്ലാ ബോഡിയുടെ ഭാഗത്തോട്ടും അത് സംവഹനം ചെയ്യും, സർക്കുലേറ്റ് ചെയ്യും. അപ്പം നമുക്ക് വേണ്ട എനർജിയും കാര്യങ്ങളും കുറച്ചും കൂടെ പെട്ടെന്ന് കിട്ടും. മരുന്നൊക്കെ കഴിച്ച് വരുമ്പോഴേക്കും ഒരുപാട് ടൈം എടുക്കും. അപ്പം പെട്ടെന്ന് ബോഡിയിലോട്ട് ഇൻജസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് മരുന്നും ഗ്ലൂക്കോസും പെട്ടെന്ന് രക്തത്തിലേക്ക് എത്തുമെന്നുള്ളത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതുപോലെ മെഡിസിൻസിന് പകരം നമ്മൾ പല സമയത്തും ഇങ്ങനെയുള്ള ഡ്രിപ്പ് കയറ്റുന്നതും ഗ്ലൂക്കോസ് ചെയ്യുക ചെയ്യുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ദെൻ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. രക്തപര്യന വ്യവസ്ഥ എന്നാൽ എന്താ? വാട്ട് ഈസ് ബ്ലഡ് സർക്കുലേഷൻ? ഈ ഒരു ചാപ്റ്ററിൽ ബ്ലഡിനെ പറ്റി പഠിക്കുമ്പോൾ ഇത് പഠിക്കാണ്ട് പോയിട്ട് ഒരു കാര്യമില്ല, അട്ടർ വേസ്റ്റ് ആണ്. കാരണം രക്തപര്യന വ്യവസ്ഥ എന്താണെന്ന് അറിയാണ്ട് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്ത് എക്സാം ഹാളിലോട്ട് പോകരുത്. എന്താണ് മക്കളെ രക്തപര്യന വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ? ചെറുകുടലിലെ വില്ലസുകളിൽ ആഗിരണം ചെയ്യുന്ന പോഷക ഘടകങ്ങളും ശ്വസന ഫലമായി ലഭിക്കുന്ന ഓക്സിജനും കോശങ്ങളിലേക്ക് എത്തുന്നു. നമ്മുടെ ബോഡിയുടെ അകത്തോട്ട് കുറേ ഫുഡുകളും കാര്യങ്ങളൊക്കെ നമ്മൾ കഴിക്കുന്നുണ്ട് അല്ലേ, പല പല ഫുഡ് ഐറ്റംസ് കാര്യങ്ങളൊക്കെ നമ്മൾ കഴിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് വേണ്ട പോഷക ഘടകങ്ങൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ സ്വീകരിക്കാറുണ്ട്. നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജൻ നമ്മുടെ ബോഡിയിലോട്ട് എത്താറുണ്ട്. ഇതൊക്കെ എന്താണ്, എല്ലാ ഭാഗത്തോട്ട് എത്തിക്കാൻ വേണ്ടി സഹായിക്കുന്നത് നമ്മുടെ ബ്ലഡ് ആണ്, രക്തമാണ് എന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ ഈ ധർമ്മങ്ങളെല്ലാം നിർവഹിക്കുന്ന ആളാണ് നമ്മുടെ പാവം പിടിച്ച നമ്മുടെ ബ്ലഡ് അല്ലേടാ. അപ്പൊ രക്തം, രക്തക്കുഴലുകൾ, ഹൃദയം എന്നിവ ചേർന്ന ഭാഗമാണ് രക്തപര്യന വ്യവസ്ഥ. അപ്പൊ ദ സിസ്റ്റം വിച്ച് കൺസിസ്റ്റ് ഓഫ് ബ്ലഡ് വെസൽസ് ആൻഡ് ഹേർട്ട് ഇൻ എ സർക്കുലേറ്ററി സിസ്റ്റം. അപ്പം നമ്മുടെ ഈ ബോഡിയിലോട്ട് വേണ്ട തല മുതൽ കാല് വരെ ബ്ലഡ് ഇങ്ങനെ എന്ത് ചെയ്യാണ്, സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ഇങ്ങനെ മൊത്തം ഇങ്ങനെ സംവഹനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ഇതേപോലെ നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന
കഴിക്കുന്ന ഫുഡും ഓക്സിജനും കാര്യങ്ങളൊക്കെ എല്ലാ ഭാഗത്തോട്ട് എത്തിക്കാൻ, ഹാർട്ടിലോട്ടും ലങ്സിലോട്ടും ആൻഡ് രക്തക്കുഴലുകൾ, രക്തത്തിലോട്ട്, ഹൃദയത്തിലോട്ട് എല്ലാ ഭാഗത്തോട്ട് എത്തിക്കാൻ വേണ്ടി സഹായിക്കുന്ന ആളാണ് ബ്ലഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അതെല്ലാം കൂടി ഇതിനെ നമ്മൾ സർക്കുലേറ്ററി സിസ്റ്റം അഥവാ രക്തപര്യന വ്യവസ്ഥ എന്ന് പറയും. അപ്പോൾ ഈ ഒരു സാധനം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് എന്ത് ചെയ്യാം, ആ ഒരു ക്വസ്റ്റ്യനിൽ മാർക്ക് സ്കോർ ചെയ്യാം. എന്നാൽ അടുത്ത ക്വസ്റ്റ്യൻ ദേ പിടിച്ചോ. എന്താ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്? യെസ്, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. വൈ ബ്ലഡ് ഈസ് ഇൻ റെഡ് കളർ? രക്തത്തിന് ചുവന്ന നിറമാകാനുള്ള കാരണം എന്ത്? ഇത് നമ്മൾ എപ്പോഴും പഠിച്ചിരിക്കണേ. 1 മാർക്കിനോ 2 മാർക്കിനോ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് എന്തുകൊണ്ടാണ് ബ്ലഡ് റെഡ് കളറായിട്ട് നിൽക്കുക എന്നുള്ളത്. നമ്മുടെ എന്താണ് ബ്ലഡൊക്കെ റെഡ് കളറാന്ന് നമുക്കറിയാം അല്ലേ. ഒരു കുഞ്ഞ് ബ്ലഡ് കണ്ടാൽ തന്നെ തല കറങ്ങുന്ന ആളുകളാണ് നമ്മളൊക്കെ. അപ്പോൾ എന്തുകൊണ്ട് റെഡ് കളർ, വൈ റെഡ് കളർ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഈ രക്തത്തിനകത്തുള്ള ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന ഒരാളുണ്ട് അല്ലേ, ഹീമോഗ്ലോബിൻ. ഇതാണ്, ഈ വർണ്ണവസ്തുവാണ് ബ്ലഡിന് റെഡ് കളർ കൊടുക്കാനുള്ള കാരണം. അതുപോലെ ഇരുമ്പിന്റെ അംശവും പ്രോട്ടീനും അടങ്ങിയത് സംയുക്തമാണ് നമ്മുടെ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്. സോ ബോഡി റെഡ് കളർ ആവാൻ ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് പിഗ്മെന്റഡ് ഹീമോഗ്ലോബിൻ ആണ്. ഇറ്റ് ഈസ് ദ കോമ്പൗണ്ട് ഓഫ് അയൺ ആൻഡ് പ്രോട്ടീൻ. പ്രോട്ടീനും ഇരുമ്പും പ്രോട്ടീനും കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു കോമ്പൗണ്ട് ആണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും ഉറക്കത്തെ പോലെ നിങ്ങൾ പറയണം ബ്ലഡിൽ എന്തുകൊണ്ട് റെഡ് കളർ ചോദിച്ചാൽ ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിൻ ഉള്ളതുകൊണ്ടാണെന്ന് എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, ആലോചിച്ച് വയ്ക്കുക. ആൻഡ് ഇത് ഓക്സിജന്റെയും കാർബൺ ഡൈ ഓക്സൈഡിന്റെയും സംവഹനത്തിൽ ഹീമോഗ്ലോബിൻ പങ്കുവഹിക്കുന്നു. ആൻഡ് ഹീമോഗ്ലോബിൻ പ്ലേസ് എ പാർട്ട് ഓഫ് ക്യാരിങ് റെഡ് ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ എൻ്റെ മക്കൾ പഠിക്കേണ്ട കേസ് ഇത്ര മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ട് ചുവന്ന കളറ് ആൻഡ് എന്തൊക്കെയാണ് അതിനകത്തുള്ളത്, ആ 2 കാര്യം പഠിച്ചു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മാർക്ക് സ്കോർ ചെയ്യാം. കണ്ടോ, ഹീമോഗ്ലോബിന്റെ പ്രധാന ഘടകം ഇരുമ്പും പ്രോട്ടീനുമാണ്. ദ റെഡ് കളർ ഓഫ് ബ്ലഡ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് പിഗ്മെന്റഡ് ഹീമോഗ്ലോബിൻ. അയൺ ആൻഡ് പ്രോട്ടീൻ ആർ ദ മെയിൻ കോമ്പണന്റ് ഓഫ് ഹീമോഗ്ലോബിൻ എന്ന് പറയപ്പെടുന്നു. സെറ്റ് അല്ലേ, റെഡി അല്ലേ? അപ്പോൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഈസി ആയിട്ട് 3 ക്വസ്റ്റ്യൻസും പഠിച്ചു, അതിൻ്റെ കാര്യങ്ങളും പഠിച്ചു. അപ്പോൾ ഇതുപോലെ ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. ഇനി എക്സാം വരാൻ പോവാണ്, നമുക്ക് മാരത്തോണുകളും കാര്യങ്ങളും എല്ലാം വരാൻ വേണ്ടി പോവാണ്. അപ്പം മാക്സിമം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് എല്ലാവരിലോട്ടും എത്തിക്കുക. അടിപൊളിയായിട്ട് നമുക്ക് ഈ ക്രിസ്മസ് എക്സാം നമുക്ക് നേടിയെടുക്കണം, ഫുൾ മാർക്ക് തന്നെ നമുക്ക് സ്കോർ ചെയ്യണം. അപ്പോൾ ബാക്കി കാര്യങ്ങൾ വരുന്ന വീഡിയോസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ അതുവരേക്കും ബൈ ബൈ മക്കളി, സീ യു ഡാ, ബൈ ബൈ.